നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും, ഒരു പരിധിയുടെ വരയ്ക്കകത്ത് നിന്നും, അടയപ്പെട്ട കൂടൊരു പോലത്തെ അനുഭവങ്ങളിൽ നിന്നും, നീണ്ട നാളുടെ പരാജയത്തിൽ നിന്നും പുറത്തു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ 2026 ദൈവത്തിൻ്റെ ആത്മാവിൽ ദൈവവചനത്തിൽ നിന്നും നിങ്ങളോടൊരു ദൂത് വിളിച്ചു പറയുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളായിരിക്കുന്ന അനുഭവത്തിൽ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 37, 38 തിരുവചനത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇങ്ങനെ പറയുന്നു: നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. പിതാക്കന്മാരെ ദൈവം സ്നേഹിച്ചു, അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. അവരെക്കാൾ വലിപ്പമുള്ള ശക്തിയുള്ള ജാതികളെ അവരുടെ മുമ്പിൽ നിന്ന് നീക്കി ഈ കാണുന്ന പോലെ ദേശം അവകാശമാക്കി തരേണ്ടതിന് ദൈവം തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രൈമിൽ നിന്നും പുറപ്പെടുവിച്ചു. അപ്പൊ ദൈവത്തിന്റെ ജനം നീണ്ട 430 വർഷം അടിമത്തത്തിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ദൈവം സ്നേഹിച്ച് പിതാക്കന്മാരോടുള്ള വാഗ്ദത്തത്തെ ഓർത്ത് ഇന്ന് കാണുന്ന നന്മകൾ ദേശത്തെ അവകാശമാക്കത്തക്ക വണ്ണം ദൈവം തന്റെ ശക്തിയാൽ, ദൈവം തന്റെ ബലത്താൽ മുമ്പിൽ നിന്ന ശക്തമേറിയ ജാതികളെ പോരടിക്കാമെന്ന ശത്രുക്കളെയൊക്കെ നീക്കി ദൈവം അവകാശമാക്കി കൊടുക്കേണ്ടതിന് ദൈവം പുറപ്പെടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവം തന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ബലത്താൽ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് ഈ അവസ്ഥയിൽ എങ്ങനെ പുറത്തു വരാൻ പറ്റും? നാശകരമായ കുഴിയാണ്, കുഴഞ്ഞ ചേറ്റാണ്, എന്നെ ആര് സഹായിക്കും? നിങ്ങളുടെ ശക്തി കൊണ്ട്, നിങ്ങളുടെ ബലം കൊണ്ട് കഴിയാത്ത അവസ്ഥയിൽ നിന്നും 2026 ആ പരിധികളെയും പരാജയങ്ങളെയും ഒറ്റപ്പെടലെയും ആ പ്രശ്നങ്ങളെയും ആ അനുഭവങ്ങളിൽ നിന്നും പൊട്ടി പുറത്തു, ആ ഭയത്തിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന്റെ ശക്തിയാൽ, സൈന്യത്താലല്ല, ശക്തിയല്ല, നമ്മുടെ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. പുറത്തു വരുമ്പോൾ സ്വപ്നം കാണുന്ന പോലത്തെ ദൈവപ്രവൃത്തി, നിങ്ങളുടെ വായിൽ പാട്ടും സ്തുതികളും തന്ന് ദൈവം നിശ്ചയമായി നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാമോ? കർത്താവിനെ സ്നേഹിക്കാമോ? പ്രാർത്ഥിക്കാമോ? നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും, അനുഭവിക്കുന്ന ചില പോരാട്ടങ്ങളിൽ നിന്നും, ശത്രു വെച്ച പരിധികളിൽ നിന്നും പൊട്ടി പുറത്തു വരും. ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കും. ആ രോഗത്തിൽ നിന്നാകാം, ക്ഷീണത്തിൽ നിന്നാകാം, ബലഹീനതാകാം, ഏതവസ്ഥയുമായിക്കോട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാം. സ്വർഗീയ പിതാവേ, 2026 എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഏതൊക്കെ പരിധിക്കകത്തും ലിമിറ്റേഷൻ്റെ അകത്ത് കിടക്കുന്നോ അവിടുന്നെല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ അവർ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറത്തു വന്ന് വിശാലതയും ദൈവപ്രവൃത്തിയും അവർ അനുഭവിപ്പാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. കണ്ണീരും വേദനയും കണ്ട നാവിൽ കർത്താവ് സ്തുതിയും പാട്ടോട് നിന്നെ സ്തുതിക്കത്തക്കവണ്ണം ദൈവം അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.